ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നാളെയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീജനങ്ങൾ പൊങ്കാല സമർപ്പിക്കും. ഭഗവതി ദർശനത്തിനായി മണിക്കൂറുകൾ മുന്നേ തന്നെ ഭക്തലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആറ്റുകാലിൽ നിന്ന് സ്മിത ഹരിദാസ് ഉണ്ട് വിവരങ്ങളുമായി. സ്മിത, ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ എത്തിച്ചേരും. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ ഇപ്പോൾ മഹോത്സവത്തിനുള്ള പൊങ്കാല മഹോത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കാണുമല്ലോ. എന്താണ് അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ? ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ പരിസരത്ത് നമ്മൾ നിൽക്കുമ്പോൾ സാധാരണ എല്ലാ വർഷവും നമ്മൾ ആറ്റുകാൽ പൊങ്കാല ദിവസം നിൽക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു തിരക്കുണ്ടല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് തിരക്കാണ് ഇന്ന് ഈ സമയത്ത്. ഈ സന്ധ്യയ്ക്ക് ദീപാരാധന ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഈ സമയത്ത് ദേവിയെ കണ്ട് ക്ഷേത്ര ദർശനത്തിനായി ദേവിയെ സന്നിധിയിൽ എത്തിയിട്ടുള്ള സ്ത്രീകളുടെ ഭക്തരുടെ ഒരു വല്ലാത്ത തിരക്കാണ്. ഇന്ന് അതിരാവിലെ മുതൽ നീണ്ട ക്യൂ ആയിരുന്നു. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാളെ ഉച്ച കഴിഞ്ഞ് ചന്ദ്രഗ്രഹണമാണ്. അപ്പോൾ അതിനു മുൻപ് സാധാരണഗതിയിൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് നിവേദ്യത്തിന് ശേഷവും ദേവിയെ കണ്ട് ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഒരു സാധ്യതയുണ്ടായിരുന്നു. ഇതിപ്പോൾ നാളെ അങ്ങനെയില്ല. ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പിന്നീട് 7 മണി കഴിഞ്ഞ് മാത്രമാണ് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുക. അതുകൊണ്ട് പൊങ്കാല ഇടുന്നതിന് മുൻപായിട്ട് എല്ലാവരും ഇന്ന് അതിരാവിലെ മുതൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള എത്രയോ ഭക്തരാണ്. ഇതിനു മുൻപ് 2009 ഒരു 25 ലക്ഷം പേര് വന്നു. അങ്ങനെ ഒരു റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം 40 ലക്ഷത്തോളം പേര് വന്നിരുന്നു എന്നാണ് പറയുന്നത് ഈ ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ. ഇന്നിപ്പോൾ ഇവിടെ ഈ തലേ ദിവസം 8ാം നാൾ സന്ധ്യയ്ക്ക് ദീപാരാധനയുടെ സമയത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഭക്തരുടെ ഈ ഒരു തിരക്ക് കാണുമ്പോൾ ഇത്തവണ എല്ലാ റെക്കോർഡുകളെയും ഇത് ഭേദിക്കുമെന്നാണ് തോന്നുന്നത്. അത് എത്ര സമയമായിട്ട് ക്ഷമയോടെ ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറയില്ല, അത്രയും ഭക്തജന തിരക്ക് ഇന്നിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതുവരെ നമ്മളിപ്പോൾ എത്രയോ വർഷമായി GK വരുന്നു, ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു തിരക്ക് തലേ ദിവസം കണ്ടിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. സാധാരണഗതിയിൽ തലേ ദിവസം നമ്മളൊരു ലൈവ് കൊടുക്കാറുള്ളതാണ്. ഇതുപോലൊരു തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ദേവിയുടെ ഓരോ തവണയും സ്ത്രീകളുടെ ഭക്തരുടെ ആ ഒരു തിരക്ക് അവരുടെ ഒരു വിശ്വാസമാണ്. അവരൊരു കാര്യം ആഗ്രഹിച്ചാൽ ദേവീ സന്നിധിയിൽ എത്തി അത് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. അന്നപൂർണേശ്വരിയാണ്, ഇഷ്ടവര പ്രസാദിനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ കഷ്ടതകൾ വരുമ്പോൾ അവർ ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം പൊങ്കാല ഇടാമെന്ന് നേർച്ച നേരുന്നു. അങ്ങനെ എല്ലാവരും എത്തുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇത് തിരക്കിൽ നമ്മൾ കാണാൻ ആൺകുട്ടികളൊക്കെ തന്നെയുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന ഭക്തർ എത്രയോ പുരുഷന്മാരും ഉണ്ട്. ഇവരൊക്കെ നോക്ക്, നല്ല ചേച്ചി എവിടെ നിന്നാ വന്നേ? ശരി സ്മിത, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് സ്മിത ഹരിദാസ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.